കുട്ടി ആളെ കാണും പോലെയുള്ള സ്വഭാവം കച്ചറയാ, തനി കച്ചറ. അതുകൊണ്ടാണ് ഒരു മുൻനിര നായികയായിട്ടും അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത്. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്. അവർ ഈ സ്ഥാപനത്തിലെ കാണുന്നത്. എന്റെ 3ാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എന്നെ തരില്ലേ? ഞാൻ ഇതില് മെമ്പർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ കാണേണ്ടത്. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടുത്തെ എന്താ ഉണ്ടായത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശിച്ചതോടെ മലയാള സിനിമാ ലോകം ഒന്ന് തിരിഞ്ഞി. ഉത്തരവാദിത്തപ്പെട്ട സംഘടന കാര്യങ്ങൾ പഠിച്ചു പറയാമെന്ന് സെക്രട്ടറി സിദ്ദിഖ്. And I never felt a strong need to be a member. I hope that is answer enough. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലക്കേത്ത ആൾതാമസം വേണം. ഐശ്വര്യക്കൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ടൊവിനോയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ആസിഫ് അലിയോ ഒക്കെ തന്നെ നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ആളുകളെ കേൾക്കുന്നുണ്ട്. 12 ആയി അതിന്റെ തോറ്റിൽ തരാൻ ഇനി അങ്ങോട്ട് ഞാനില്ല. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇപ്പൊ അയാൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോണ്ട. ഒരു ആണിന് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പറയുന്നില്ല ഞാൻ. നല്ലൊരു വ്യക്തിക്ക് ഒരു സംഘടന നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അവനാണ് എന്റെ നായകൻ.